മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴ ബീച്ചിലാണ് ഞങ്ങൾ ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾ രാവിലെ തന്നെ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഇട്ട വലയാകണം ഇന്നിപ്പോ എപ്പോഴാ ഇന്ന് രാവിലെ 5 മണിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവാണോ? ഇന്നലെ രാവിലെ 5 മണിക്ക് ഇറങ്ങും. രാവിലെ 5 മണിക്ക് ഇറങ്ങും. ഈ സമയമൊക്കെ ആകുമ്പോൾ കയറും. എന്താണ് മറ്റൊരു ഇലക്ഷൻ കൂടി വരുന്നു, നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത് എന്തൊക്കെയാണ്? നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആരെക്കൊണ്ടും ആവില്ല. ഞങ്ങള് കടലിൽ പോയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയ ലെവലിൽ അവരവരുടേതായ കാര്യങ്ങൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ കഷ്ടപ്പെടണം. ഞങ്ങളെ വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഈ കടലിൽ മുല്ലിടണം. എന്നാലും നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് ഈ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചയാകാറുള്ളത്. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ഞങ്ങൾ അങ്ങനെ ആയിട്ടൊന്നും രാഷ്ട്രീയമായിട്ട് നല്ല വലിയ പിടിപാടുകളൊന്നും ഇല്ല. അല്ല, രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിറവേറ്റി തരുമോ? അല്ല, എന്നാലും അത് അധികാരികൾക്ക് കേൾക്കേണ്ട തരത്തിൽ ഞങ്ങൾ കൊടുക്കുമല്ലോ. ജീവനക്കാരാണ് ഞങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ. എല്ലാം വാഗ്ദാനങ്ങളായി പോകുന്നു എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത്രേ ഉള്ളൂ. ഇവിടെ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. സൈഫു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AR കണ്ണനാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥി കൂടിയാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയും കൂടിയാണ്. അപ്പോൾ AR കണ്ണന് എന്ത് പറയാനുണ്ടാകും ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ? ഒപ്പം മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഉയർത്താൻ കോൺഗ്രസിനും പാർട്ടികൾക്കും ഒക്കെ സാധിക്കും? അവർ പറയുന്നു, മാറി മാറി വരുന്ന ഭരണം വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഒന്നും നടപ്പാക്കുന്നില്ല എന്നാണ്. നിങ്ങൾ എത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം പരിഗണിക്കപ്പെടും, നടപ്പാക്കും? തീർച്ചയായും UDF നേരത്തെ കേരളത്തിൽ ഭരിച്ച സമയത്താണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ, തീരദേശ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റ് കാലം മുതലാണ്. ലീഡർ ശ്രീ K കരുണാകരനെ ഓർക്കാത്ത തീരദേശ ജനതയ്ക്ക് ഒരു കാലത്തും കടന്നുപോകാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് കണ്ടുവരുന്ന കാഴ്ച, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ SIR-നെ ഒരു സമൂഹം എങ്ങനെ ഭയക്കുന്നോ അതുപോലെ തന്നെ ഭയന്ന് നിൽക്കുകയാണ് തീരദേശ ജനത. ഭയങ്കരമായ രീതിയിൽ കരിമണൽ ഖനനം തീരദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം വരുന്ന ആഴക്കടൽ മത്സ്യബന്ധന നയം തന്നെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ ആപത്താണ്. അതോടൊപ്പം തന്നെ ആഴക്കടൽ മണൽ ഖനനത്തിനുള്ള ഒരു വലിയ നീക്കം. നമ്മൾ ഭയാശങ്കിതരാണ്. തീരദേശ മത്സ്യത്തൊഴിലാളികൾ, തീരദേശ ജനത ഭയചകിതരായി ജീവിക്കുകയാണ്. കൂലി ഉറപ്പില്ലാത്ത ലോകത്തെ ഏക തൊഴിലാണ് മത്സ്യബന്ധനം. അവർ രാവിലെ പോകുന്നു, അതിരാവിലെ പൊങ്ങുംവലയുമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ വള്ളത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളത്തിൽ പോകുന്നു. അതിൻ്റെ ആയാസത്തിനും മുടക്കുന്ന മുതലിനും യാതൊരുവിധ ഉറപ്പുമില്ല. ഇപ്പം തന്നെ ഇവരുടെ വലയിൽ എന്താണ് കിട്ടിയിട്ടുള്ളത്? അവരൊരാൾ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോയാലും തിരിച്ച് ആ പൊങ്ങും വലയും വലിച്ചു കയറ്റാനും വലയഴിക്കാനും കൊണ്ടുവന്ന് വിൽക്കാനും എത്ര കിട്ടും? 3 ആൾക്ക് ഒന്ന് ഓർത്ത് നോക്കി. എത്ര നേരത്തെ അധ്വാനമാണ് അത്. 100-200 രൂപയുടെ മത്സ്യം പോലും അതിൻ്റെ അകത്തില്ല. അവരെങ്ങനെ 3 ആളുടെ കുടുംബം കഴിയും? ഇതാണ് പ്രതിസന്ധി. ഈ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക നയം വരുന്നത്. പൊങ്ങും വലയും നിരോധിക്കണം എന്നുള്ളത് പോലും വന്നു. പൊങ്ങും വലയും ഇത് ഒറ്റയ്ക്ക് പൊന്തുവള്ളത്തിൽ പോയി തുഴഞ്ഞുകൊണ്ട് വന്ന് അതിന്റെ യാതൊരുവിധ അവരുടെ മാൻ പവറാണ് അതിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് ഞങ്ങൾ വലിയ നീക്കം നോക്കുന്നത്. വലിയ കോർപ്പറേറ്റ് മാഫിയകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന നയം നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രത്യേക പാക്കേജാണത്. ആ പൊങ്ങും വലയം നിരോധിക്കണമെന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഞങ്ങൾ കണക്കെടുത്ത് നോക്കി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 1200-ൽ പരം വരുന്ന പൊങ്ങും വലക്കാരുണ്ട്. 1200 പൊങ്ങും വല എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3-4 ആണ്. അപ്പോൾ അത്രയും കുടുംബങ്ങൾ, 6000-ലധികം വരുന്ന കുടുംബങ്ങൾ പട്ടിണിയാകുന്നൊരു വലിയ നയത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അവരതിന് വെച്ചൊരു വാദം, ഭീകരർ മറഞ്ഞു കയറുന്നു, കടൽ മാർഗ്ഗം ഉപയോഗപ്പെടുത്തുന്നു എന്ന്. എന്ത് ബാലിശമായ ഒരു കാര്യമാണ്. കേരളത്തിലെ കടൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിയല്ലേ. അപ്പോൾ അതിർത്തി നാളിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി തീരദേശ ജനതയെ കടലിൽ നിന്നും മാറ്റി തീരദേശത്ത് നിന്നും മാറ്റി കരിമണൽ എടുക്കുവാനും കടൽ മണൽ എടുക്കുവാനും കോർപ്പറേറ്റ് തീർച്ചയായും തർക്കമില്ലല്ലോ. അത് തന്നെയല്ലേ ആഴക്കടൽ മത്സ്യബന്ധന നയത്തിന്. ഞങ്ങൾ ഇതിനെതിരെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ പോലും സമരത്തിന് പോയ ആളുകളാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരും അതിന് ചൂട്ടുപിടിക്കുന്ന സംസ്ഥാന സർക്കാരുമാണ്. ഇവിടെ നേരത്തെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒരു ഇടപെടലും ഇവരുടെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ ഒരു ഇടപെടലും നടത്തിയില്ല എന്നാണോ? ഇത് മാത്രമല്ലല്ലോ, കേരളത്തിലെ ഒരു വിഷയത്തിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിലൊന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ചൂട്ടുകത്തിക്കുന്ന സമീപനമാണ്. വലിയ പ്രതിഷേധം ഉയർന്നുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനപ്പുറം അങ്ങനെ പോരാല്ലോ. സ്റ്റേറ്റിൻ്റെതായ അധികാരം കവരാൻ വന്നാൽ അതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിയണ്ടേ? അതിന് കഴിയുന്നില്ല. ഇപ്പം നേരത്തെ ആനുകൂല്യങ്ങളുടെ കാര്യം പറഞ്ഞു. അവർക്ക് ക്ഷേമനിധി വിഹിതം അങ്ങോട്ട് അടയ്ക്കുന്ന രൂപ 100 രൂപ എന്നുള്ളത് 300 രൂപയാക്കി.
അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ അടയ്ക്കുന്ന 240 രൂപയിൽ നിന്ന് 600 രൂപയാക്കി. എന്താണ് തിരിച്ചിങ്ങോട്ടുള്ള റിട്ടേൺസ്? അത് നമ്മൾ പരിശോധിക്കണ്ടേ? മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന ഭവന പദ്ധതി ഇല്ലാതാക്കിയത് LDFന്റെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ വീട് മെയിൻ്റനൻസിന് പണമുണ്ടായിരുന്നു, ടോയ്ലറ്റ് സൗകര്യത്തിന് പണമുണ്ടായിരുന്നു. തീരദേശ മേഖലയിലെ ഒരു പാക്കേജും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളികൾ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ്. ഈ സമൂഹത്തിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി MBBSനും എഞ്ചിനീയറിംഗിനും അടക്കം പഠിക്കുന്നതിന് വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പോലും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. നിങ്ങൾ വന്നാൽ ഇവരുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങൾ അതിൽ ഏതൊക്കെ പരിഗണിക്കപ്പെടാൻ കഴിയും? 100% ഞങ്ങളൊരു ഭവന പദ്ധതി ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇല്ലായ്മ ചെയ്ത് ലൈഫിലേക്ക് മെർജ് ചെയ്ത പദ്ധതിയാണ്. അത് കാര്യമായ രീതിയിൽ ഞങ്ങൾ നടപ്പിലാക്കുന്നുള്ള തർക്കമില്ല. മുടങ്ങിക്കിടക്കുന്ന എല്ലാ ക്ഷേമനിധി ആനുകൂല്യങ്ങളും, ഇപ്പോൾ തണൽ ആശ്വാസ പദ്ധതി ഇവിടെയോട് തന്നെ ചോദിക്കൂ, 1 രൂപ കാശ് ഇത്രയും നാളമായി കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നാണ്. അപ്പോൾ തീരദേശ ജനതയ്ക്ക് ആശ്വാസം പകരാൻ നിർത്തലാക്കപ്പെട്ട എല്ലാ പദ്ധതികളും പുനഃസ്ഥാപിക്കും എന്ന് മാത്രമല്ല, അപ്പോൾ കണ്ണൻ ഇത്തവണ മത്സരാർത്ഥി കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ. ഏത് ഡിവിഷനാണ്? അമ്പലപ്പുഴ ഡിവിഷനിൽ നിന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയപ്രതീക്ഷയുണ്ട്. തീർച്ചയായും 100% വിജയപ്രതീക്ഷയുണ്ട്. ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കും കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്ത് നാളിതുവരെ കിട്ടിയിട്ടില്ല. ഇത്തവണ കിട്ടാനായിട്ടുള്ള വലിയ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്.